ഗുഡ് മോർണിംഗ് USA കാനഡ അനന്ത ന്യൂസിലേക്ക് സ്വാഗതം. ഡൽഹി ഡാളസ് എയർ ഇന്ത്യ വിമാനം എവിടെ? എയർ ഇന്ത്യ ഡൽഹിക്കും യുഎസിലെ ഡാളസ് ഫോർട്ട് വർത്തിനും ഇടയിൽ ആരംഭിക്കാൻ പദ്ധതിയിട്ടായിരുന്ന സർവീസുകൾ ഉപേക്ഷിച്ചതായി സൂചന. ന്യൂയോർക്ക്, JFK, ഷിക്കാഗോ, ഒ'ഹെയർ തുടങ്ങിയ US ലക്ഷ്യസ്ഥാനങ്ങൾ എയർ ഇന്ത്യയുടെ പട്ടികയിൽ തുടരുന്നുണ്ട് എങ്കിലും എയർ ഇന്ത്യ സർവീസ് നടത്തുന്ന വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ നിന്നും 2025 ഷെഡ്യൂളിൽ നിന്നും ഡാലസ് അപ്രത്യക്ഷിതമായതായി ഡാലസ് ബിസിനസ് ജേണൽ വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ 2024 ഒക്ടോബറിലാണ് ആദ്യമായി സർവീസിന് അംഗീകാരം നൽകിയത്. ആ വർഷം ഡിസംബർ 1 മുതൽ എയർ ഇന്ത്യക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു വാഗ്ദാനം. പക്ഷേ എയർലൈൻ ഔദ്യോഗികമായി ഈ സർവീസ് സ്ഥിരീകരിക്കുകയോ ആരംഭ തീയതി പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. കൊലയാളിയെ FBI ചോദ്യം ചെയ്യുന്നു. ടേണിംഗ് പോയിന്റ് USA എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചാർലി കിർക്കിനെ കൊലപ്പെടുത്തിയ അക്രമിയെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കിർക്കിന്റെ കൊലയാളിയെന്ന് ആരോപിക്കപ്പെടുന്ന 22-കാരനായ ടൈലർ റോബിൻസൺ അധികാരികളുമായി സഹകരിക്കുന്നില്ല എന്നാണ് യൂട്ടാ ഗവർണർ സ്പെൻസർ കോക്സ് ഞായറാഴ്ച പറഞ്ഞു. റോബിൻസൺ ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ നിന്നുള്ള ആളാണെന്നും അന്വേഷകർ കണ്ടെത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് കോക്സ് പറഞ്ഞു. റോബിൻസൺ ശാന്തനെന്ന് പരിചയക്കാർ. വലതുപക്ഷ പ്രവർത്തകനായ ചാർലി കിർക്കിന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായ 22 വയസ്സുള്ള ജെയിംസ് ടൈലർ റോബിൻസൺ അമേരിക്കൻ പൗരനാണെന്ന് തെളിഞ്ഞു. റോബിൻസൺ സെന്റ് ജോർജിന്റെ ഒരു നഗരപ്രാന്തത്തിലാണ് വളർന്നതെന്നാണ് റിപ്പോർട്ട്. പരിചയമുള്ള മിക്ക ആളുകളും റോബിൻസണിനെ ശാന്തനും പഠനത്തിൽ മിടുക്കനുമായ ഒരു കുട്ടിയായിട്ടാണ് വിശേഷിപ്പിച്ചത്. മാതാവ് ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. പിതാവ് ബിസിനസ്സുകാരനായി. ഡിക്സി ടെക്നിക്കൽ കോളേജിൽ ഇലക്ട്രിക്കൽ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിൽ വിദ്യാർത്ഥിയായിരുന്നു റോബിൻസൺ. അതിനു മുമ്പ് യൂട്ടാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രീ എഞ്ചിനീയറിംഗ് പഠിച്ചു. സമീപ വർഷങ്ങളിൽ അദ്ദേഹം കൂടുതൽ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നവനായി. ചാർലി കിർക്കിനോടും അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളോടും അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചാർലിയെ വെറുപ്പിന്റെ പ്രചാരകൻ എന്ന് വിശേഷിപ്പിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഉട്ടായിൽ വീണ്ടും അറസ്റ്റുകൾ. ഉട്ടായിലെ സാൾട്ട് ലേക്ക് സിറ്റിയിൽ ഒരു ന്യൂസ് മീഡിയ വാഹനത്തിനടിയിൽ തീപിടുത്ത വസ്തു വെച്ചതിന് 2 പേരെ അറസ്റ്റ് ചെയ്തതായി യുട്ടായിലെ അധികൃതർ അറിയിച്ചു. വെള്ളിയാഴ്ച ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനത്തിനടിയിൽ നിന്നും സംശയാസ്പദമായ ഒരു ഉപകരണം കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസും ഫയർ ഡിപ്പാർട്ട്മെന്റ് ബോംബ് സ്ക്വാഡുകളും പ്രതികരിച്ചു. ബോംബ് കൊളുത്തിയെങ്കിലും സ്ഫോടനം ഉണ്ടാകാതെ പരാജയപ്പെട്ടു എന്ന് അന്വേഷകർ കണ്ടെത്തി. കൃത്യം ചെയ്ത 2 ആളുകളെയും FBI തിരിച്ചറിയുകയും ടൗണിന് പടിഞ്ഞാറുള്ള മാഗ്നയിലെ ഒരു വീട്ടിൽ നിന്നും 2 പുരുഷന്മാരെ അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ ആയുധങ്ങൾ കൈവയ്ക്കൽ, തീവ്രവാദ ഭീഷണി എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ചുമത്താൻ സാധ്യതയുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് ട്രംപ്. അനധികൃത കുടിയേറ്റ കുറ്റവാളികളോട് ഇനിയും കടുത്ത സമീപനം സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ക്യൂബയിൽ നിന്നും അനധികൃതമായി US-ലെത്തി താമസിക്കുന്ന യോർദാനീസ് മർഡിനസ് എന്നയാൾ മോർട്ടൽ മാനേജറായ കർണാടകയിൽ നിന്നുമുള്ള ചന്ദ്രമൗലിയെ കഴുത്തറുത്ത് കൊന്ന സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു ട്രംപ്. രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് നടന്നതെന്നും കുറ്റവാളിക്ക് അർഹമായ ശിക്ഷ ലഭിക്കാൻ ഉചിതമായ നിയമമാർഗങ്ങൾ ഉപയോഗിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ക്യൂബയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരൻ നേരത്തെയും കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും ട്രംപ് പറഞ്ഞു. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യൽ, വാഹനം മോഷണം, നിയമവിരുദ്ധമായ തടവിൽ വെക്കൽ തുടങ്ങിയ കുറ്റങ്ങളിൽ അയാൾ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് അയാൾ പുറത്തിറങ്ങി. ഇത്തരം കുറ്റവാളികളെ US-ൽ തുടരാൻ അനുവദിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു. വിദേശ തൊഴിലാളികൾക്ക് സ്വാഗതം. അമേരിക്കയിലേക്ക് അയക്കുന്ന വിദേശ തൊഴിലാളികളെ സ്വാഗതം ചെയ്യുന്നു എന്ന് നിക്ഷേപകരെ ഭയപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ജോർജിയയിലെ നിർമ്മാണ പ്ലാന്റിൽ നിന്നും നൂറുകണക്കിന് ദക്ഷിണ കൊറിയക്കാരെ അറസ്റ്റ് ചെയ്തത് 10 ദിവസത്തിനു ശേഷമാണ് ട്രംപിന്റെ നിലപാട് വരുന്നതും. ജോർജിയയിലെ ഹുണ്ടായി LG നടത്തുന്ന ഒരു ഇലക്ട്രോണിക് വാഹന ബാറ്ററി ഫാക്ടറിയുടെ നിർമ്മാണ സ്ഥലത്ത് സെപ്റ്റംബർ 4-ന് ദക്ഷിണ കൊറിയൻ പൗരന്മാർ 475 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. നിക്ഷേപത്തെ ഭയപ്പെടുത്തുവാനോ നിരുത്സാഹപ്പെടുത്താനോ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റിൽ ട്രംപ് എഴുതി. വളരെ സവിശേഷവും സങ്കീർണവുമായ ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്നും ഘട്ടം ഘട്ടമായി എങ്ങനെ നിർമ്മിക്കാമെന്ന് അമേരിക്കക്കാരെ പഠിപ്പിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും വിദേശത്തെ അവരുടെ വൈദഗ്ധ്യമുള്ള ആളുകളെ കൊണ്ടുവരണമെന്ന് താൻ ആഗ്രഹിക്കുന്നു എന്നും ട്രംപ് എഴുതി. നെതന്യാഹുവിനെതിരെ തിരിഞ്ഞ് ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നഗരത്തിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യണമെന്ന് ഉത്തരവിടുമെന്നും ആവർത്തിച്ച് ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥി സോഹ്റൻ മംദാനി. നവംബർ 4-ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് മംദാനിയുടെ പ്രഖ്യാപനം. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ താൻ ന്യൂയോർക്കിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറന്റ് നടപ്പാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.
ഗാസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് നെതന്യാഹുവിനെതിരെ ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. മോർണിംഗ് ന്യൂസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.